ഡൊമിനിയോ ദീപക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ തിരുവനന്തപുരത്തുള്ള ലുലു മോളിലാണ്. അപ്പോൾ ഇവിടെ സ്റ്റോറുകളിലെല്ലാം എല്ലാ ഷോപ്പുകളിലും ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഓഫേഴ്സാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നൊന്ന് കണ്ടു നോക്കാം. അതുകൂടാതെ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട് ഈ ഫെസ്റ്റിവൽ ടൈമല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോകത്തില്ല, എല്ലാ ഷോപ്പിൻ്റെ വെളിയിൽ കൂടെ നടന്നിട്ട് ഓരോ ഷോപ്പിലും എന്തൊക്കെ ഓഫേഴ്സാണ് ഉള്ളതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് നടന്ന് വന്ന് കണ്ടു നോക്കാം. അപ്പോൾ ക്രിസ്മസിനെയും ന്യൂ ഇയറിനെയും വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലുലു മോളും തയ്യാറെടുത്ത് കഴിഞ്ഞു. കണ്ടില്ലേ, അവരുടെ ആ ഒരു കളർ തീമും ആ ഇലൂമിനേഷനും എല്ലാം കൂടെ കാണാനായിട്ട് ശരിക്കും ആ ഒരു ഫെസ്റ്റീവ് ലുക്ക് തന്നെ ആയിക്കഴിഞ്ഞു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഫെസ്റ്റിവൽ ഫീലാണ്. ആ ക്രിസ്മസിൻ്റെ ആ ഒരു തീം അവർ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ആ ഒരു കളർ തീമും അതുപോലെ ഈ ഇലൂമിനേഷനും എല്ലാം ചെയ്തേക്കുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റ്സ് ഇലൂമിനേഷനൊക്കെ ഈ ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാളും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ശരിക്കും നേരിട്ട് കാണാനായിട്ട്. അതൊരു സൂപ്പർ ലുക്കാണ് നേരിട്ട് നമ്മളത് കാണുമ്പോൾ. ഇതിൻ്റെ മെയിൻ പോർട്ടിക്കോയിൽ തന്നെ അവരുടെ ആ ഒരു ഡാൻസിങ് ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലുലുവിൻ്റെ മെയിൻ എൻട്രൻസ് കണ്ടോ, ആ ഒരു ക്രിസ്മസ് തീമിലാണ് ഒരു ആർച്ചൊക്കെ ചെയ്തേക്കുന്നത്. അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ആ നല്ലൊരു റഷ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ലുലു മോൾ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പം അതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അവരിവിടെ നേരെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ആനിവേഴ്സറി സിമ്പിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ, ആ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇവിടെ ഭയങ്കര പാട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുക. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താ പ്രോഗ്രാം എന്ന്. അവിടെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് കഴിയുന്ന ഉടനെ അടുത്ത പ്രോഗ്രാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം ഞാൻ അതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഈ ലുലു മോൾ കംപ്ലീറ്റ് ഒന്ന് നടന്നൊന്ന് കാണാം. അപ്പം ഓരോ സ്റ്റോറും ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് നടന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാം ഓരോ സ്റ്റോറിലും എന്തൊക്കെ ഓഫേഴ്സാണ് അവർ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നമുക്ക് തരുന്നതെന്നുള്ളത്. ഈ ഡിസ്പ്ലേ വിൻഡോയിൽ കണ്ടോ ഒരു ഫെറിസ് വീൽ, ഹാംലി സ്റ്റോറിൻ്റെ ഡിസ്പ്ലേ വിൻഡോ ആണത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോർ. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ എല്ലാം അവർ ഈ സ്റ്റോറിൽ ചെയ്ത് വെച്ചേക്കുകയാണ്. ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടോ. ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ആ ലുലു മോളിൻ്റെ ആ റൂഫിൽ ടച്ച് ചെയ്യുന്ന അത്രയും ഹൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭയങ്കര ഹൈറ്റ്. കൊച്ചു കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടോയ് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തോ ഒരു ടിക്കറ്റ് ചാർജ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു എത്താൻ സാധിക്കും.
അതെന്തായാലും കൊള്ളാം. ലുലു ഗ്രൂപ്പിൻ്റെ തന്നെ സ്റ്റോറായ ലുലു ബ്രൈഡൽ വേൾഡ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എന്ത് രസമായിട്ട് അവരതൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് കണ്ടോ, മാനിക്വീൻസ് ഒക്കെ കണ്ടോ, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വെളിയിലുള്ള ആ ഒരു ഏരിയയിൽ കണ്ടോ, അതിഗംഭീരമായ ഓഫറുകളാണ് ഇവിടെ പല ഐറ്റംസിനും വെച്ചേക്കുന്നത്. പിന്നെ ആസ് ഓൾവേസ് എപ്പോഴും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയാണ്. കണ്ടോ, അതിനകത്തോട്ടൊന്നും കയറാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ്. നിറയെ ഓഫേഴ്സ് അതിനകത്തും ഉണ്ട്.
ഇപ്പം ഇതുവരെ ഞാൻ കണ്ടതിൽ ഒരുവിധം എല്ലാ സ്റ്റോറിലും 50% അല്ലെങ്കിൽ 60%, ചില സ്റ്റോറുകളിൽ 40%, അങ്ങനെയാണ് ഇവർ ആ ഒരു ഡിസ്കൗണ്ട് സെയിൽ നടത്തുന്നത്. എൻഡ് ഓഫ് സീസൺ സെയിൽ എന്നൊക്കെ പറഞ്ഞാണ് കാണിക്കുന്നത്. ഫെസ്റ്റീവ് സീസൺ, എൻഡ് ഓഫ് സീസൺ അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ എല്ലാ സ്റ്റോറിലും എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് ഇതുവരെ ഞാൻ കണ്ടതിലുണ്ട്. ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഇതിപ്പം ടൈം ഏകദേശം രാത്രി 10:30 മണി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഔട്ട്ലെറ്റ്സിലൊക്കെ ഇപ്പോൾ ഇച്ചിരി തിരക്ക് കുറവുണ്ട്. പക്ഷേ ഈ തിരക്ക് മുഴുവൻ ഇപ്പോൾ കൂടുതലും നമ്മുടെ ഫുഡ് കോർട്ടിലും പ്ലേ സോൺ ഉണ്ടല്ലോ അവിടെയും അതുപോലെ ഹൈപ്പർ മാർക്കറ്റിലുമാണ്. മറ്റ് സ്റ്റോറുകളിൽ ഇപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു.
അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ലുലു മോളിൻ്റെ കാഴ്ചകൾ? ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഇവിടെ കംപ്ലീറ്റ് ഒരു ഫെസ്റ്റീവ് മൂഡിലാണ്, ആ ഒരു വൈബിലാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര തിരക്കാണ്. ഇതിപ്പം ക്രിസ്മസ് ടൈമല്ലേ, പിന്നെ വൈകുന്നേരവും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുവിധം എല്ലാ സ്റ്റോറും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റോറിലും ഇവിടെ ഓഫേഴ്സ് ഉണ്ട്, മിക്ക സ്റ്റോറുകളിലും ഉണ്ട്. വളരെ കുറച്ച് കടകളിൽ മാത്രമേ ഓഫേഴ്സ് ഇല്ലാതെ ഉള്ളൂ. അപ്പോൾ ഈ ഓഫേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ഓളമാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഡൊമിനോ ദീപക്സിൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.